നമസ്കാരം. PSC അപ്ഡേറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇന്ന് പറയാൻ പോകുന്നത്. 2026 സെപ്റ്റംബർ 2 മുതൽ അപേക്ഷിക്കാനാവുന്ന പുതിയ PSC വിജ്ഞാപനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതൊക്കെ പോസ്റ്റുകളാണുള്ളത്, യോഗ്യത എന്താണ്, ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, പ്രായപരിധി എത്രയാണ്, അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയാം. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആദ്യം ഈ വിജ്ഞാപനങ്ങളുടെ പ്രധാന പ്രത്യേകത നോക്കാം. കേരള PSC 2026 സെപ്റ്റംബർ 2 മുതൽ വിവിധ തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുകയാണ്. ഈ വിജ്ഞാപനങ്ങൾ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല അവസരമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാവുന്ന നിരവധി പോസ്റ്റുകളുണ്ട്. അതിനാൽ വീഡിയോയുടെ അവസാനം വരെ കണ്ട ശേഷം മാത്രമേ അപേക്ഷിക്കാവൂ. തസ്തികകൾ ഇനി ഓരോ പോസ്റ്റും ഓരോന്നോരായി നോക്കാം. FD ടൈപ്പിസ്റ്റ്, NCA ഈഴവ പോസ്റ്റാണ്. ആദ്യത്തെ പോസ്റ്റ് FD ടൈപ്പിസ്റ്റ് ആണ്. ഇത് NCA വിഭാഗത്തിനുള്ള വിജ്ഞാപനമാണ്. യോഗ്യതയായി +2 മലയാളം ആൻഡ് ഇംഗ്ലീഷ് ലോവർ ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് എന്നിവ ആവശ്യമാണ്. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് വളരെ നല്ല അവസരമാണ്. രണ്ടാമത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, LGS. അടുത്തതായി ലോവർ ഡിവിഷൻ ക്ലർക്ക്. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന മികച്ച സർക്കാർ ജോലിയാണിത്. ജൂനിയർ ക്ലർക്ക്. മൂന്നാമത്തെ പോസ്റ്റ് ജൂനിയർ ക്ലർക്ക്. യോഗ്യത BCom അല്ലെങ്കിൽ BSc കോഓപ്പറേഷൻ. അതോടൊപ്പം JDC അല്ലെങ്കിൽ HDC സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. കോഓപ്പറേറ്റീവ് മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല അവസരമാണ്. സ്റ്റോർ കീപ്പർ. അടുത്തത് സ്റ്റോർ കീപ്പർ. ഈ കാറ്റഗറിക്ക് മതിയായ മെഷീനറി അല്ലെങ്കിൽ ബന്ധപ്പെട്ട സാങ്കേതിക യോഗ്യത ആവശ്യമാണ്. ബന്ധപ്പെട്ട മേഖലയിൽ പഠിച്ചവർക്ക് വിജ്ഞാപനം ശ്രദ്ധിച്ച് അപേക്ഷിക്കണം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ. അവസാനമായി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഗ്രേഡ് 2. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും BEd ഉൾപ്പെടെയുള്ള യോഗ്യതകളും ആവശ്യമാണ്. അധ്യാപക ജോലി ലക്ഷ്യമിടുന്നവർക്ക് ഇത് ശ്രദ്ധിക്കാവുന്ന വിജ്ഞാപനമാണ്. ഇനി പൊതുവായ കാര്യങ്ങൾ നോക്കാം. അപേക്ഷ ആരംഭിക്കുന്നത് സെപ്റ്റംബർ 2 മുതലാണ്. അപേക്ഷ ഓൺലൈനായി PSC തുളസി പ്രൊഫൈൽ വഴിയാണ് സമർപ്പിക്കേണ്ടത്. പ്രായപരിധി സാധാരണയായി 18 മുതൽ 40 വയസ്സ് വരെയാണ്. എന്നാൽ സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരം പ്രായ ഇളവ് ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ PSC പ്രൊഫൈലിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക. ഫോട്ടോ, ഒപ്പ്, മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. ഇനി അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. ഓരോ പോസ്റ്റിൻ്റെയും ഔദ്യോഗിക വിജ്ഞാപനം നിർബന്ധമായും വായിക്കുക. വിദ്യാഭ്യാസ യോഗ്യത ശരിയാണോ എന്ന് ഉറപ്പാക്കുക. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വയ്ക്കുക. അവസാന തീയതി വരെ കാത്തിരിക്കാതെ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ നൽകിയ ശേഷം ആപ്ലിക്കേഷൻ കൺഫർമേഷൻ പരിശോധിക്കുക. ഇവ ചെറിയ കാര്യങ്ങൾ പോലെ തോന്നുമെങ്കിലും പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോയിൽ കേരള PSC പുറത്തിറക്കിയ പുതിയ വിജ്ഞാപനങ്ങളെക്കുറിച്ചാണ് വിശദമായി കണ്ടത്. ഏതൊക്കെ പോസ്റ്റുകൾ, യോഗ്യത, പ്രായപരിധി, അപേക്ഷാ രീതി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം വിശദീകരിച്ചു. ഇത്തരം PSC അപ്ഡേറ്റുകൾ ദിവസവും അറിയാൻ PSC അപ്ഡേറ്റ്സ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ പോസ്റ്റുകളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. എല്ലാവർക്കും മറുപടി നൽകാൻ ശ്രമിക്കും.